അങ്ങനെ ഓണം പ്രമാണിച്ച് വീട്ടിലിരുന്ന പിള്ളേർക്കൊക്കെ ബോറടിച്ചപ്പോഴത്തേക്കും ഓണാഘോഷം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുടുംബസമേതം ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ സലൂണിൽ തിരക്കായതുകൊണ്ട് സൂരജേട്ടൻ സലൂൺ നോക്കി അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കറങ്ങാനായിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. ഇവിടെ റിയൽ മത്സ്യകന്യകയുണ്ടെന്ന് പറഞ്ഞിട്ട് പിള്ളേർ കുറേ ദിവസം കൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. എക്സ്പ്രഷൻ എനിക്ക് കിട്ടിയില്ല. ദേവിക വായൊക്കെ തുറന്നുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ഭൂമി എന്തുവാ ഇത്? മീനാണോ? ഇഷ്ടപ്പെട്ടോ? അണലിയൊന്നുമല്ല, ഇത് മറ്റേ പാമ്പ്, നമ്മൾ എടുത്തു വയ്ക്കുന്ന പാമ്പ്, പോയിസൺ ഇല്ലാത്ത പാമ്പ്. റബ്ബറാണോ? അല്ല, അറിയില്ല. ഏതാണ് വല്യമ്മയ്യ അതിഥി? ഇതാണ് പെരുമ്പാമ്പിന്റെ കുട്ടി. അമ്മ ഇത് മറ്റേ ഇപ്പൊ എല്ലാരും വളർത്തൂല്ലേ, ഞാൻ ഒന്ന് ഫോട്ടോ എടുത്ത സാധനം. ഇത് കടി നിങ്ങളുടെയാണ് ഞാൻ കിടില സാധനങ്ങൾ എടുത്ത് തരണല്ലോ. നീ എല്ലാം ബാക്കി നിന്നാണ് എടുത്തത്. അങ്ങനെ ടണൽ കഴിഞ്ഞ് നമ്മളത് വെയിറ്റ് ചെയ്ത് നിന്ന മത്സ്യകന്യകയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിലുള്ള തിരക്കാണ്. ഇത് പിള്ളേരും പാരൻസും എല്ലാവരും ഈ റിയൽ മത്സ്യകന്യകയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവരുടെ ആ വാലൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നത്. ചെയ്തേക്കുന്ന ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ പോലും ശരിക്കും ഒരു റിയൽ മെർമെയ്ഡിനെ കണ്ട പോലെ തന്നെ ഉണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങളും പിള്ളേരും എല്ലാം ഇതെല്ലാം കണ്ടും കളിച്ചും ഒക്കെ എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.